ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗചയജ്ഞത്തിന്റെ 305 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സതീഷ് മാഷാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും ഭജന പാടുന്നതും മിസ് ഇന്ദുലേഖ ആണ്, കാസർഗോഡ്. അപ്പൊ ഇന്ദുലേഖ ഓങ്കാരവും അറിയാമല്ലോ അല്ലേ? സായിശ്വര ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. നെറ്റിന്റെ പ്രോബ്ലം ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അണച്ചോളൂ വേണമെങ്കിൽ. സായിരാം. സായിരാം, എന്റെ PDF ഫോണിലാണ്, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തത്. ഓക്കെ, പറ്റുമെങ്കിൽ മതി. സായിരാം. 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 അധ്യായം 15. ആശ്രമങ്ങളിലൂടെ. വനാന്തരത്തിലെ വിവിധ ആശ്രമങ്ങളുടെ വിവരമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ജ്ഞാനികളായ മുനിമാരെല്ലാവരും ഭഗവാൻ നാരായണൻ മർത്യജന്മം ധരിച്ച വിവരവും രാവണന്റെ വധാർത്ഥം വനത്തിൽ സഞ്ചരിക്കുന്നതിനെ പറ്റിയും അറിഞ്ഞിരുന്നതിനാൽ അവർ രാമന്റെ പാതകളിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ച് ദർശനത്തിനായി കാത്ത് തപശ്ചര്യകളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. ആദ്യമായി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് അവരെത്തുന്നത്. ദർശന, സ്പർശന, സംഭാഷണങ്ങളാൽ അനുഗ്രഹീതനായി എന്ന് മഹർഷി പറയുന്നു. ദർശനം പാപമോചനം, സ്പർശനം കർമ്മവിമോചനം, സംഭാഷണം മുക്തിദായകം. രാമതത്വത്തെ വെളിപ്പെടുത്തി സംസാരിക്കുമ്പോൾ തന്നെപ്പറ്റിയല്ല എന്ന ഭാവത്തിൽ നിസ്സംഗനായി രാമൻ ഇരിക്കുന്നു. തനിക്ക് വഴി കാണിച്ചു തരണമെന്ന് രാമൻ അപേക്ഷിക്കുന്നു. തന്റെ അവതാര ലക്ഷ്യത്തെപ്പറ്റിയും താൻ അവതാരമാണെന്ന വസ്തുതയും അറിയുന്ന രാമൻ മനുഷ്യ സഹജമായ സ്വഭാവമാണ് പ്രകടമാക്കുന്നത്. നാം സ്വീകരിക്കുന്ന വേഷത്തിനനുസരിച്ചു അഭിനയിക്കണം. യമുനാ തീരത്ത് രാമൻ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനായി ഗുഹനെ മടങ്ങിപ്പോകാൻ അനുവദിക്കുന്നു. തന്നെ അനുഗമിച്ച ഓരോരുത്തരെയും സൗമ്യ മധുരമായി കാര്യങ്ങൾ മനസ്സിലാക്കിച്ചിട്ടാണ് രാമൻ തിരികെ വിടുന്നത്. അതിനാൽ എല്ലാവരും അവരുടെ ദുഃഖം ഉള്ളിലൊതുക്കി ശ്രീരാമനെ അനുസരിക്കുന്നു. അവർ അമരാവതി പോലെ മനോഹരമായൊരു പട്ടണം കാണുന്നു. നഗരവാസികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തങ്ങളെപ്പറ്റിയുള്ള വിവരം പറയാതെ മധുരമായി തങ്ങൾ വനസൗന്ദര്യം ആസ്വദിക്കാൻ വന്നവരാണെന്ന് മാത്രം പറയുന്നു. അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല. അവനവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല. വിവേചനത്തോടുകൂടി അർഹിക്കുന്നവരോട് മാത്രമേ പറയാവൂ എന്നൊരു സന്ദേശം കൂടി നമുക്ക് ലഭിക്കുന്നു. പിന്നീട് പ്രവേശിച്ചത് വാത്മീകിയുടെ ആശ്രമത്തിലേക്കായിരുന്നു. മഹർഷിയോട് രാമൻ തന്റെ ഇതുവരെയുള്ള കഥ പറയുന്നു. രാമൻ മഹാവിഷ്ണുവാണെന്നും സീത മഹാലക്ഷ്മിയാണെന്നും ലക്ഷ്മണൻ ആദിശേഷനാണെന്നും മഹർഷിക്കറിയാം. രാമ, അങ്ങേക്ക് വസിക്കേണ്ട സ്ഥലം ഭക്തഹൃദയമാണ്. എന്നിരുന്നാലും മാനുഷേ വേഷേണ വന്നിരിക്കുന്നതിനാൽ പുണ്യസ്ഥലമായ ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കാം എന്ന് മഹർഷി പറയുന്നു. അവർ യാത്ര തുടർന്ന് മന്ദാകിനി നദിയുടെ തീരത്തെത്തുന്നു. ലക്ഷ്മണനോട് സ്ഥലം കണ്ടുപിടിച്ച് പർണശാല കെട്ടാൻ നിർദ്ദേശിക്കുമ്പോൾ ലക്ഷ്മണൻ അതീവ ദുഃഖിതനാകുന്നു. അവിടെ ഒരു സന്ദേശമുണ്ട്. ഒരിക്കൽ നമ്മൾ ഈശ്വരന്റെയോ ഗുരുവിന്റെയോ ചരണങ്ങളിൽ ശരണാഗതി തേടിയാൽ പിന്നെ സ്വന്തമായ ഒരു ഇച്ഛ പുലർത്താൻ പാടില്ല. ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുകയെ മാത്രമാണ് ധർമ്മം. എന്തിന് എന്ന ഒരു ചോദ്യം പോലും പാടില്ല. ശ്രീരാമൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ലക്ഷ്മണൻ പർണശാല നിർമ്മിക്കുന്നു. തൻ
തന്നെ സമീപിച്ചവരെയെല്ലാം രാമൻ സമഭാവനയോടെ സ്വീകരിക്കുന്നു. ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങളിൽ അത് തപസ്സായാലും നായാട്ടായാലും ഉന്നതി ഉണ്ടാകുവാനുള്ള ഉപദേശം നൽകി. സമദർശിത്വം, സമഭാവന, എല്ലാവരോടും പ്രേമം എന്ന രാമന്റെ ഗുണങ്ങൾ ഇവിടെ പ്രകടമാക്കുന്നു. ലക്ഷ്മണൻ എല്ലാം മറന്ന് രാമസീതാ സേവനം ചെയ്യുന്നതിൽ മാത്രം ദത്തശ്രദ്ധനായിരുന്നതിനാൽ ആത്മീയമായ ഉത്കർഷം അനുഭവിച്ചു. അനന്യഭക്തി, അതായത് തന്റെ ഇഷ്ടമൂർത്തിയെ സ്മരിച്ച് ആ മൂർത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന സന്ദേശമാണ് ലക്ഷ്മണൻ തരുന്നത്. ഒരിക്കൽ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റേത് എന്ന മമകാരവും മമതയും നിശേഷം ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള ഭക്തന്മാരുടെ യോഗക്ഷേമം, അതായത് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കി നടത്തും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുചാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്ന പ്രതിജ്ഞ. യോഗക്ഷേമം നൽകുന്നതിന് ഒരു ഉപാധിയുണ്ട്. അനന്യഭക്തി, എന്നെ മാത്രം സ്മരിക്കുക എന്ന ഭക്തി. രാമൻ പുരാണ കഥകൾ പറഞ്ഞു കൊടുത്തും മഹാതപസ്വികളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞും സീതയെയും ലക്ഷ്മണനെയും ആഹ്ലാദിപ്പിച്ചു. ഇടയ്ക്ക് തങ്ങളുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന മാതാപിതാക്കളെയും മറ്റുള്ളവരെയും കുറിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു. ഏതു പരിതസ്ഥിതിയിൽ ജീവിക്കേണ്ടി വന്നാലും അവരവരുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായിരിക്കണം എന്ന പാഠമാണ് രാമൻ നൽകുന്നത്. മഹർഷിമാർക്കും രാമനും രാമന്റെ യാഥാർത്ഥ്യം അറിയാമെങ്കിലും മാനവ വേഷധാരിയായ രാമൻ അവരെ നമസ്കരിച്ച് ആദരവ് കാണിക്കുന്നത് നാം പഠിക്കേണ്ടതാണ്. ആദരവ് അർഹിക്കാത്ത ആരും ഭഗവത് സൃഷ്ടിയിൽ ഇല്ല. ഗുരുജനങ്ങളെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം നേടുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ജയ് സായിറാം. സായിറാം മാഷെ, മാഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? സായിറാം കേൾക്കുന്നുണ്ട് സർ. സായിറാം. ബിന്ദു നന്നായിട്ട് വായിച്ചു. ഇനി വീഡിയോ ഉണ്ട്, മെസ്സേജ് സ്വാമിയുടെ. അതിനുശേഷം ഭജന. విశ్వామిత్రుడు ప్రవేశించాడు. Vishwamitra stepped in. ఈ ఆనందమును పట్టలేక విశ్వామిత్రుని స్వాగతం చేసి సకాలమునకే మీరు ప్రాప్తించారు, ఇక్కడికి వర్ధించినారని పాదములకు నమస్కరించుకొని తమరు వచ్చినటువంటి కారణం ఏమిటో చెప్పమని ప్రార్థించాడు దశరథుడు. Dasharatha was ecstatic about the visit of Vishwamitra and he said, "You have come at the right time." He paid all his obeisance and అతను respects కూడా to సాంప్రదాయ Vishwamitra. రీతిగా రాజును ఏ విధంగా దీవించాలో ఆ విధంగా దీవించి రాజ యొక్క క్షేమమును, రాజ యొక్క రాజ్యమును యొక్క క్షేమమును చక్కగా విచారిస్తూ వచ్చాడు. Vishwamitra also blessed the king Dasharatha and made inquiries about the kingdom as per the traditional way. క్రమక్రమేణా ఇది శృతి పెరిగిపోతూ వచ్చింది. And this feeling went on more and more. వచ్చిన పనిని చెప్పక తప్పదు అని విశ్వామిత్రుల వారు యాగ సంరక్షణ నిమిత్తమై నీ శ్రీరామచంద్రుని పంపాలి అన్నాడు. Ultimately, Vishwamitra decided to convey the purpose of his visit. He said, "I want your Vishwamitra sons to protect Yaga." 14 సంవత్సరాల బాలురు. He said, "Vishwamitra, they are 14 years. ఎండ కన్నెరిగినటువంటి ఈ కుమారుళ్ళు They are so young that they cannot bear any రాక్షస heat. సంహార నిమిత్తమై నీవు రావించాలని కోరుతున్నావు. You want them to kill the demons there. ఇది అసాధ్యము. It's impossible. ఇది వీరులను పంపుటకు వీలు కాదు అన్నాడు. It's not possible to send them. మొట్టమొదట నీ వచ్చినటువంటి అభిష్టాన్ని నెరవేరుస్తానని చెప్పి ప్రామిస్ ఇచ్చాడు. First he promised that he would fulfill the desire. కానీ ఇలాంటి కోరికను విశ్వామిత్రుడు కోరుతాడని కలయందైనా శంకలేదు దశరథ మహారాజు. Dasharatha never dreamt that Vishwamitra would have such a desire. చాలా విచారగ్రస్తుడయ్యాడు దశరథుడు. And Dasharatha felt very, very sad. ఈ యొక్క విశ్వామిత్రుని కూడాను క్రోధం అధికమవుతూ వచ్చింది. Vishwamitra was very angry. Dasharatha Dasharatha. ఈక్ష్వాకుల వంశములో ఆడిన మాట తప్పడమని ఇది చాలా పొరపాటు. Dasharatha, in Ikshwaku clan, nobody would go back to the అనాది promise కాలం given. నుండి కూడాను ఈ ఈక్ష్వాకుల వంశంలో అసత్యం ఆడినటువంటి వారు లేరు. No one uttered a lie in your clan. మీరు సత్యప్రియులు, You love truth. ధర్మాచారకులు, You proceed on path of righteousness. మహా పవిత్రమైనటువంటి హృదయులు. You have got sacred heart. మీరు ఈనాడు అసత్యం ఆడటం అనేటువంటిది కేవలము మీ జాతికే ఒక పెద్ద కళంకం.
If you utter a lie now, it's a blot to your family, clan. అనేటప్పటికి దశరథుడు చాలా భయపడిపోయాడు. Dasharatha was fear stricken. ఇచ్చిన వాగ్దానమును తప్పేటువంటి వారు లోకంలో మహాపాపులు అన్నాడు. He said, those who go back on the promise given are the worst of the sinners. ఇచ్చిన ప్రమాణమును తప్పినటువంటి వారు ఎట్టి యజ్ఞయాగాది క్రతువులు చేసినప్పటికీ దాని ఫలము శూన్యము అన్నాడు. Whatever ritual you may perform, if you go back the promise given, well, it's all a నీవు waste. ఎంతో అశ్వమేధ యాగములు చేశావు. You have conducted Ashwamedha ఆ Yaga. పుత్రకామేష్టి యాగమునందే ఈ మహాపురుషులు జన్మించారు. Because of Putrakameshti Yaga, you have got sons. కట్టగడపటికి నీవు అసత్యం ఆడటం చేత, నీ ప్రామిస్ తప్పటం చేత ఇవన్నీ కూడా నువ్వు వ్యర్థమైపోతుంది. Because of these lies you are uttering now, and that you are not going to keep up your promise, everything would be a waste. చెప్పి బొంకుట కంటే చాపు ఉన్ని Death is better than withdrawing the promise that you make already. చెప్పి మరచుట కన్నా మరణమే మంచిది అన్నాడు. Making a promise and forgetting amounts to death. కనుక మీరు ప్రామిస్ ఇచ్చినారంటే దీన్ని తప్పకూడదు. When once you make a promise, you should never go back. ఇది ప్రతి మానవునికి ప్రధానమైనటువంటి యొక్క ప్రమాణము. This is the main principle for every person. ప్రతి మానవుడు కూడాను మనుసంతతి వాళ్ళే. Every human being should have this. ఈ మనువు యొక్క ప్రధానమైనటువంటి యొక్క లక్ష్యము సత్యమే. According to Manu, the truth is the primary principle. కనుకనే మనువు నుండి ఆవిర్భవించినటువంటి వారే మనుజులు. We are the progeny of Manu. We are ఈ Manuja, human మనుజులకు being. సత్యమే ప్రధానమైనటువంటి సూత్రము. So truth is the main principle for humans. సత్యమును తప్పినప్పుడు వాడు మనిషియే కాదు. When we don't stand by the truth, we are no humans at all. కనుకనే వశిష్ఠుల వారు ఈ సత్యం విషయం లోపల ఇంత పెద్ద లెక్చర్ ఇస్తూ వచ్చాడు. So Vasishtha started giving lecture on truth. ఇవి ఏవి దశరథుని చెవులకు చేరలేదు. Dasharatha did not pay heed to all this. ఆ వేళకు ఆ బ్రాహ్మడు ఆసన్నమైనట్టు వశిష్ఠుల వారు ప్రవేశించారు. It was at that time Vasishtha stepped into the court. వీరి సంభాషణ రెండు విన్నాడు. He heard the conversation. వశిష్ఠుల వారు, దశరథ, He said, Dasharatha, మీరు ఆడిన మాట తప్పేటువంటి వారు కాదు. you'll never go back the promise. ఈ బిడ్డల సామాన్యమైనటువంటి బిడ్డలు కారు. Your sons are not ordinary. సాక్షాత్ దైవ స్వరూపులే. They are very divine. ఇలాంటి వారిపై నీకు ఎందుకు ఈ భ్రమ? Why are you deluded? వీరు ఏమవుతారు అనేటువంటి భయం కూడా నీకు అక్కర్లేదు. You don't need to fear what would happen to సర్వలోక them. సంరక్షకులైనటువంటి ఈ రామచంద్రుడు నీకు ఏ విధమైనటువంటి అపకారము గావించడు. God, who protects the whole world, is your son now. Rama. రామచంద్రునికి ఎట్టి అపకారము జరగదు. He will never be put to any harm whatsoever. సర్వసంగ మంగళమూర్తి. He is the very embodiment of auspiciousness. అట్టి మంగళమూర్తి పైన నీవు సందేహించటము చాలా పొరపాటు. To doubt such the very personality of తప్పక నీవు auspiciousness. విశ్వామిత్రుని వెంట పంపమన్నాడు. And he said that you certainly send your sons. సాయిరామ్. जय जय श्री राम साई हरे राम, जय जय श्री राम साई हरे राम, जय जय श्री राम नीलख श्याम, जय जय श्री राम नीलख श्याम, जय जय श्री राम साई हरे राम, रघुनंदन भव भंजन जय जय श्री राम, रघुनंदन भव भंजन जय जय श्री राम, राजीव दल लोचना जय जय श्री राम, राजीव दल लोचना जय जय श्री राम, रघुवीरा रणधीरा जय जय श्री राम, रघुवीरा रणधीरा जय जय श्री राम, पर्तिपुरी राघवा जय जय साई राम, पर्तिपुरी राघवा जय जय साई राम, जय जय श्री राम साई हरे राम. साई राम. നല്ല ഭജനയായിരുന്നു. സായിരാം. മനസ്സിലാമേ? साई राम. സമയമുണ്ട്. ആർക്കെങ്കിലും സ്വാമിയുടെ അനുഭവം പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മുടെ സദസ്സിൽ ആർക്കെങ്കിലും. ആരും ഇല്ലേ ഒന്നും പറയാൻ?
ഹൈറാം മാഷെന്തെങ്കിലും പറയും. പറയാറില്ല. എന്നാലും ഒരു ഒരുപാട് അനുഭവം അല്ല, ഇപ്പൊ ഒരുപാട് സേവ ചെയ്യുമ്പോ നമുക്ക് പല അനുഭവങ്ങളുണ്ടല്ലോ. അതൊന്ന് തീർച്ചയായിട്ടും രണ്ടെണ്ണം ഷെയർ ചെയ്യും മാഷെ. തീർച്ചയായിട്ടും ഇപ്പോ ഈ ബാലേട്ടൻ എല്ലാം വിട്ടിട്ട് ഇന്ന് 13ാമത്തെ ദിവസമാണ്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പുട്ടപർത്തിയിൽ സർവീസിലായിരുന്നു. പുട്ടപർത്തി സേവ കഴിഞ്ഞിട്ട് വന്ന് രാവിലെ അന്ന് തന്നെ ഞാൻ തിരിച്ചുപോയി, നാട്ടിലേക്ക് തിരിച്ചുപോയി. വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചുപോയി. ബാലേട്ടൻ മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോ ഒരു അത്ഭുതം എനിക്ക് ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ, ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തപ്പോ വെള്ളിയാഴ്ചത്തേക്കുള്ള ഒരു ടിക്കറ്റ് എടുത്തിരുന്നു. അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, എടുത്തു, എന്തോ എനിക്ക് അങ്ങനെ തോന്നി എടുത്തു വെച്ചതാണ്. പക്ഷെ ഞാനത് മറന്നുപോയി ആ ടിക്കറ്റ് എടുത്ത കാര്യം. ഞായറാഴ്ച ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ബുധനാഴ്ചത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 3 ദിവസത്തെ ടിക്കറ്റ് എടുത്തത്. കാരണം അപ്പോയിന്റ്മെന്റ് എങ്ങനെ കിട്ടണമെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോയിന്റ്മെന്റ് മൺഡേ കിട്ടി. ഞാൻ ചെന്നപാടില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടി, മൺഡേ വന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൺഡേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പക്ഷെ നോക്കൂ, സൺഡേ ടിക്കറ്റ് ക്യാൻസലിന് മുമ്പേ ഏതാ ക്യാൻസൽ ചെയ്യേണ്ടത്? ഫ്രൈഡേ ടിക്കറ്റ് അല്ലേ? കാരണം അതാണ് ആദ്യത്തെ ടിക്കറ്റ്. ഫ്രൈഡേ ടിക്കറ്റ് ഉണ്ട്, സൺഡേ ടിക്കറ്റ് ഉണ്ട്, വെനസ്ഡേ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ അപ്പോയിന്റ്മെന്റ് മൺഡേ ആയതുകൊണ്ട് ഞാൻ സൺഡേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, ഫ്രൈഡേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. അതാണ് സത്യം. അങ്ങനെ ഒരു ടിക്കറ്റ് എന്റെ ഉണ്ടെന്നുള്ളതേ ഞാൻ ഓർമ്മിക്കുന്നില്ല. ഫ്രൈഡേ ബാലേട്ടൻ മരിക്കുകയാണ്. അപ്പൊ എന്നെ എല്ലാവരും വിവരം അറിയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഒരു നിവൃത്തിയില്ല, കാരണം ഷോർട്ട് നോട്ടീസിൽ ടിക്കറ്റ് എങ്ങനെ കിട്ടാനാണ്. ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ മറന്നുപോയി. എന്റെ കയ്യിൽ ഫ്രൈഡേ ടിക്കറ്റ് ഉണ്ട്, സാറ്റർഡേ ആണ് ക്രിമേഷൻ. അപ്പൊ എനിക്ക് എത്താൻ പറ്റും, പക്ഷെ ഞാൻ മറന്നുപോയി എന്റെ ടിക്കറ്റുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉച്ചയായപ്പോ, ബാലേട്ടന്റെ മരണ വാർത്ത അറിഞ്ഞ് ഉച്ചയായപ്പോ എനിക്ക് ഒരു റെയിൽവേ മെസ്സേജ് വരെയാണ്. റെയിൽവേ സാറിന്റെ മെസ്സേജ് അയക്കുമല്ലോ, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ ടിക്കറ്റ് ഇതാണ്, സീറ്റ് നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് 1 മണിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് എന്റെ ടിക്കറ്റ് എന്റെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം, ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നുള്ള കാര്യം. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച പലരിടത്തും തൽക്കാൽ ടിക്കറ്റ് കിട്ടി അതെന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഈ കഥ പറയണ്ടേ അല്ലെങ്കിൽ. എന്തായാലും എനിക്ക് തന്നെ സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഓടിച്ചാടി അന്നത്തെ ട്രെയിനിൽ ഞാൻ തിരിച്ച് ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തി. ബാലേട്ടന്റെ ക്രിമേഷനിൽ പങ്കെടുക്കാൻ പറ്റി, ബാലേട്ടനെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റി. ഇതിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വെള്ളിയാഴ്ച ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എന്തോ സ്വാമി എന്നെ കൊണ്ട് ആ ടിക്കറ്റ് എടുപ്പിച്ചു. അതിനേക്കാളൊക്കെ ഞാൻ ഞായറാഴ്ച ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടും ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ല, കാരണം ഞാൻ ഓർമ്മിക്കുന്നില്ല. അപ്പോ ബാലേട്ടൻ മരിക്കുന്നുള്ളത് ഭഗവാൻ അറിയാം. ഞാനും ബാലേട്ടനും വളരെ പേഴ്സണലി വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോ ഒരുപക്ഷെ ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടാവണമെന്ന് സ്വാമി തീരുമാനിച്ചു കാണും. അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം സൺഡേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടും 2 ദിവസം മുമ്പുള്ള ഫ്രൈഡേ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഞാൻ ഓർമ്മിക്കുന്നില്ല. ഓർമ്മിച്ചെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്തേനെ. കാരണം മൺഡേ ടിക്കറ്റ് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ, അല്ല എൻ്റെ വെനസ്ഡേ ടിക്കറ്റ് ഉണ്ടല്ലോ. ഇത് എനിക്ക് എന്റെ വിശ്വാസം ഭഗവാന്റെ ഒരു ലീലയാണെന്നാണ്. എന്നെ ഭഗവാന്റെ കൃപ കൊണ്ട് എന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു അനുഭവം. ഇനി ഒരു സന്ദർഭത്തിൽ കൂടുതൽ അനുഭവങ്ങളെ ഞാൻ പങ്കുവയ്ക്കാം. അത് മാഷ തീർച്ചയായിട്ടും പിന്നെ ബാലേട്ടനെ പോലെ ഒരാള്, അത് ഭഗവാന് അല്ല സ്വാമിയുടെ ഇത്ര അടുത്ത സ്നേഹമുള്ള ഒരാള് മാത്രമല്ല, മാഷുമായിട്ട് ഇത്രയധികം സ്നേഹമുള്ള ഒരാൾക്ക് അവസാനം ഒരു നോക്ക് കാണാതെ വിടാൻ പറ്റില്ല എന്ന് സ്വാമി തീരുമാനിച്ചു. തീർച്ചയായിട്ടും. കാരണം വർക്ക് ഞാനും ബാലേട്ടനും അത്ര ക്ലോസ് ആണ്. സായി വർക്ക്, അതെ, അപ്പൊ ഒരു സമിതി അവസാനം വർക്ക്, ഒരു ബാലേട്ടൻ എന്റെ വീട്ടിൽ എപ്പോഴും വിടവാങ്ങൽ വരും. അനിവാര്യമാണ്. അതെ തന്നെ, വിടവാങ്ങൽ അനിവാര്യമാണല്ലോ. അതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് ഭഗവാൻ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. തീർച്ചയായിട്ടും. സായിരാം, സായിരാം, സായിരാം. സായിരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ തത്വം ആശ്രമങ്ങളിൽ എന്ന അധ്യായത്തില് ഈശ്വര ദർശനം അഥവാ അവതാര ദർശനം പാപമോചനവും, സ്പർശനം കർമ്മവിമോചനവും, സംഭാഷണവും മുക്തിദായകവും ആണെന്ന് അറിയുന്ന ത്രികാലജ്ഞാനികളായ അനേകം മഹർഷിമാരാണ് ശ്രീരാമൻ യാത്ര ചെയ്യുന്നുവെന്നറിഞ്ഞ് വനാന്തരങ്ങളിൽ ആശ്രമങ്ങളിൽ കഴിഞ്ഞിരുന്നത്. ഇവിടെ നമ്മള് മുനിമാരല്ല, മഹർഷിമാരല്ല, ത്രികാലജ്ഞാനികളല്ല, ആരുമല്ല.
എന്നിട്ടും ഒരു അവതാര പുരുഷന്റെ കൂടെ അദ്ദേഹത്തെ കണ്ടും സ്പർശിച്ചും സംഭാഷണം കേട്ടും ആനന്ദിച്ചും അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളെല്ലാം ഇടപെട്ടും നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ അവസരം തന്നത് നമ്മുടെ എന്തൊരു മഹാഭാഗ്യമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം ഈ മുനിമാരെല്ലാവരും ഭഗവാന്റെ ദർശനത്തിനും സേവനത്തിനും വേണ്ടി എത്രയോ കാലങ്ങളാണ് കാടുകളിലാണ് അവർ താമസിച്ചത്. പിന്നെ ത്രേതായുഗത്തിൽ അവരിക്കുന്ന ശ്രീരാമന് വേണ്ടി നേരത്തെ തന്നെ അവര് വന്ന് കാടുകളിൽ താമസിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ നമ്മുടെ ആ ഒരു മഹാഭാഗ്യം നമ്മൾ ഇത്തരുണത്തിൽ തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ ഭരദ്വാജൻ, വാത്മീകി ആദിയായ മഹർഷികൾ രാമതത്വം അറിയുന്നവരാണെങ്കിലും മാനവരൂപം ധരിച്ച ശ്രീരാമൻ അവരെയൊക്കെ വേണ്ട വിധത്തിൽ നമസ്കരിച്ച് ആദരിക്കുന്നത്, ഗുരുജനങ്ങളെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം നേടേണ്ടത് ശ്രേയസ്കരമാണെന്ന സന്ദേശം ശ്രീരാമൻ നൽകുകയാണ്. അവതാര പുരുഷന്മാരുടെ ജീവിതം സ്വാമി പറഞ്ഞ പോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അവതാര പുരുഷന്മാരുടെ എല്ലാവരുടെ ജീവിതവും മാനവ രാശിക്ക് സന്ദേശം നൽകുവാൻ വരുന്നവരാണ്. അവരുടെ ജീവിത രീതി മുഴുവനും നമുക്ക് സന്ദേശം നൽകുന്നവയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം അവർ കാഴ്ചവെക്കുന്നത്. ചിത്രകൂടത്തിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ച് പർണശാല നിർമ്മിക്കുവാൻ പറയുമ്പോൾ ലക്ഷ്മണൻ ദുഃഖിതനാകുന്നു. എന്താണ് അതിന് കാരണം? ഈശ്വരന്റെയോ ഗുരുവിന്റെയോ ചരണങ്ങളിൽ സർവസ്വം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു ഇച്ഛയോ തീരുമാനങ്ങളോ നാം എടുക്കുവാൻ പാടില്ല. അവരുടെ ആജ്ഞ എന്തോ അത് അനുസരിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്നത്തെ ജനതയെ നാം നമ്മുടെ സനാതനധർമ്മം ഉപദേശിക്കുന്ന ശ്രേഷ്ഠമായ ആദർശങ്ങളിൽ നിന്നും എത്രമാത്രം വ്യതിചലിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗുരുജനങ്ങളെ ആദരിക്കുകയല്ല, മറിച്ച് അധിക്ഷേപിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയിൽ ഏറിയ കൂറും ചെയ്യുന്നതെന്ന് നാം കാണുന്നു. എല്ലാവരുമല്ല, പക്ഷേ ഭൂരിപക്ഷം പേർക്കും യാതൊരു തരത്തിലുള്ള ബഹുമാനമോ മര്യാദയോ മാതാപിതാക്കളോടോ ഗുരുജനങ്ങളോടോ ഇല്ല. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പണത്തിനാണ്, സ്വാമി പറഞ്ഞ പോലെ മണി കംസ് ആൻഡ് ഗോസ്, മൊറാലിറ്റി കംസ് ആൻഡ് ഗ്രോസ്. നമ്മളത് മറന്നു പോകുന്നു. എന്നിട്ട് മണി വരുന്നു 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 വരുന്നു, മൊറാലിറ്റി എന്നൊരു സാധനമേ ഇല്ല. അതായത് സദാചാരം വന്നാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പൈസ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും ഇരിക്കില്ല. നമ്മുടെ എല്ലാവരെയും കൈകളിലൂടെ എത്ര ലക്ഷം രൂപയാണ് കടന്നു പോയിരിക്കുന്നത് അല്ലേ? ഒന്നും നമ്മുടെ കൈകളിൽ നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് അല്പമെങ്കിലും സൽസ്വഭാവം നമ്മൾ എവിടുന്നെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ വളർന്നുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ശ്രീരാമനെ ദർശിക്കുവാൻ വന്നവർ ആരായാലും, കാട്ടിലല്ലേ താമസിക്കുന്നത്, അവിടെ കൂടുതലും നായാടികളാണ്, പിന്നെ മുനിമാരാണ്. സാധാരണക്കാരെന്നുള്ള ആൾക്കാരവിടെ ഇല്ല. വനവാസികളോ നായാടികളോ സന്യാസിമാരോ ഒക്കെ മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ അവരോട് എല്ലാവരോടും ശ്രീരാമൻ സമഭാവനയോടെയാണ് പെരുമാറുന്നത്. ഒരു വ്യത്യാസവും കാണിക്കാതെ, സ്ഥാനമഹിമയോ വലിപ്പമോ ചെറുപ്പമോ ഒന്നും കാണിക്കാതെ നായാടികൾക്ക് എങ്ങനെ ഒരു നല്ല നായാടിയാകാം, താപസന്മാർക്ക് എങ്ങനെ ഒരു നല്ല താപസനാകാം, എങ്ങനെ നല്ല സാധകനാകാം എന്ന ഒരു സന്ദേശം എന്ന പാഠങ്ങളാണ് ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ സമത്വം യോഗ ഉച്യതേ, സമത്വമാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും അവരവരുടേതായ കർമ്മങ്ങളിൽ ഉന്നതി നേടുവാൻ ശ്രമിക്കണമെന്നാണ് ശ്രീരാമൻ ഉപദേശിക്കുന്നത്. സമദർശിത്വം, സമഭാവന എന്നീ സൽഗുണങ്ങൾ വളർത്തണമെന്നാണ് ശ്രീരാമൻ കാണിച്ചു തരുന്നത്. ലക്ഷ്മണനാകട്ടെ തൻ്റെ ഇഷ്ടമൂർത്തിക്ക് അനന്യഭക്തിയോടെ സേവനം ചെയ്യുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. ശ്രീരാമനും സീതയ്ക്കും വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യുന്നതിൽ ലക്ഷ്മണൻ ആത്മസംതൃപ്തി നേടി. അതുകൊണ്ട് തന്നെ ആത്മീയമായ ഉത്കർഷവും അദ്ദേഹത്തിനുണ്ടായി. സേവനത്തിന് വേണ്ടി യാതൊരു ഫലേച്ഛയുമില്ലാതെ ചെയ്യുമ്പോഴാണ് കർമ്മയോഗമായി തീരുന്നത്. സ്വാമി സേവനത്തിന് പ്രാധാന്യം നൽകുന്നതും അതുകൊണ്ടാണ്. സഹജീവികൾക്ക് നൽകുന്ന സേവനത്തിലും വലിയ ആത്മീയ സാധന ഇല്ല എന്നാണ് സ്വാമി അരുളുന്നത്. നിങ്ങൾ സേവനം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നത് നാമം പോലും ജപിക്കണ്ട എന്നാണ്.
നിങ്ങൾ യാതൊരു തരം ആചാരങ്ങളും ചെയ്യണ്ട, ഒരു അമ്പലത്തിലും പോകണ്ട. നിങ്ങൾ സേവനം, മാനവ സേവനം ചെയ്യുകയാണെങ്കിൽ, അച്ഛനമ്മമാർക്ക് സേവനം ചെയ്യുകയാണെങ്കിൽ, സമൂഹത്തിന് സേവനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആചാരപരമായ ഒരു പൂജയും ആരാധനയും ചെയ്യേണ്ടതില്ല എന്ന് സ്വാമി കൃത്യമായിട്ട് പറയുന്നുണ്ട്. സേവനം ചെയ്യുന്ന നമ്മൾക്ക് അത് നല്ലപോലെ നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. സേവനം ചെയ്യുന്ന നമ്മളുടെ കാര്യങ്ങൾ ഭഗവാൻ എത്രമാത്രം ശ്രദ്ധയാണ് ചെലുത്തുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മാതാപിതാക്കൾ, കുടുംബം, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ, സമൂഹം തുടങ്ങി എല്ലാവർക്കും ഫലേച്ഛയില്ലാതെ സന്തോഷത്തോടു കൂടി നാം എവിടെ ഇരുന്ന് സേവനം ചെയ്താലും അത് ഭഗവാനിൽ തന്നെ എത്തുന്നു. ഭഗവാൻ തന്നെ പറയുകയാണ്, നിങ്ങള് ഏത് നാട്ടിലായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, ഏത് കാലത്തിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു സഹജീവിക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് സേവനം ചെയ്യുകയാണെങ്കിൽ അത് സായി സേവയാണെന്ന് അറിഞ്ഞുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയുന്ന പോലെ സർവജീവ നമസ്കാരം അത് നമ്മുടെ സ്വാമിയിൽ തന്നെ ചെന്നെത്തുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് സർവജീവ തിരസ്കാരം ഗോവിന്ദം പ്രതി ഗച്ഛതി. സർവജീവ തിരസ്കാരം, നമ്മൾ ആരെയൊക്കെ തിരസ്കരിക്കുന്നുവോ ഉപദ്രവിക്കുന്നുവോ അതെല്ലാം തന്നെ സ്വാമിയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവജീവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, സർവജീവ തിരസ്കാരം കേശവം പ്രതി ഗച്ഛതി. രണ്ടും ഭഗവാനിൽ തന്നെയാണ് ചെന്നെത്തുന്നത് എന്ന ഓർമ്മയോടുകൂടി വേണം നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യവും ചെയ്യേണ്ടതായിട്ട്. ഇനി ഇന്നത്തെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ചോദിക്കാം. ആദ്യമായി ശ്രീരാമനും കൂട്ടനും പ്രവേശിച്ച ആശ്രമം ആരുടേതാണ്? ഭരദ്വാജമുനി. അതെ, നമ്മള് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തുന്നത് ഒരു 2 നദികൾ കടന്നു. ഏതൊക്കെ നദികളാണ്? പ്രയാഗല്ലേ? 2 നദികളുടെ തീരത്താണ് അവർ എത്തുന്നത്. അത് ഒരു നദിയാണ് ക്രോസ് ചെയ്യുന്നത്. യമുനയാ? ആദ്യം എത്തുന്നത് തമസ നദിയല്ലേ? ആദ്യം എത്തുന്നത് തമസ നദിയുടെ തീരത്ത്. അത് കഴിഞ്ഞിട്ട് ഗംഗാനദി കടന്നിട്ടാണ് കാട്ടിലേക്ക് വരുന്നത്. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ നിന്നും എങ്ങോട്ടാണ് പോയത്? വാത്മീകിയുടെ ആശ്രമത്തിലേക്ക്. അങ്ങനെ പോണ വഴിക്കാണ് യമുനാ നദി വരുന്നത്. യമുനാ നദി കഴിയുമ്പോഴാണ്, യമുനാ നദിയുടെ തീരത്താണ് അവരെത്തുന്നത്. അപ്പോ ഭീകരമായ വനത്തിൽ മനുഷ്യരാൽ നട്ടുനനയ്ക്കപ്പെട്ട തോട്ടത്തിൽ കണ്ട ആശ്രമം ആരുടേതായിരുന്നു? വാത്മീകി ആശ്രമമല്ലേ? വാത്മീകി മഹർഷിയുടെയായിരുന്നു. വാത്മീകി മഹർഷിയുടെ. തങ്ങൾക്ക് കുറച്ച്, അപ്പൊ അവിടെ ചെന്നിട്ടാണ് പറയുന്നത് തങ്ങൾക്ക് കുറച്ചു കാലം പാർക്കാൻ ഒരിടം കാട്ടിത്തരണം. അപ്പോ വാത്മീകി മഹർഷിയുടെ കാണിച്ചു കൊടുത്ത ഏത് പർവ്വതമായിരുന്നു? ചിത്രകൂട പർവ്വതം. ഈ രാമനും ലക്ഷ്മണനും സീതയും ആരുടെയൊക്കെ അവതാരങ്ങളായിരുന്നു? മഹാവിഷ്ണു, അതെ. ഈ ചിത്രകൂടത്തിന് അടുത്തുള്ള നദി ഏതായിരുന്നു? മന്ദാകിനി. മന്ദാകിനി എന്ന് പറയുന്നത് ഗംഗയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് പേരുകൾ മാത്രമല്ല, ഒരുപാട് കൈവഴികളുണ്ട്. അതിലൊന്നാണ് മന്ദാകിനി. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടുപിടിച്ച് പർണശാല ഉണ്ടാക്കുമെന്ന് രാമൻ പറഞ്ഞപ്പോ ലക്ഷ്മണൻ ദുഃഖിതനായത് എന്തുകൊണ്ട്? ഭഗവാന്റെ ആജ്ഞ ചെയ്യാനാണ്. പറഞ്ഞോളൂ. ഭഗവാന്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മണന് താല്പര്യം ഉണ്ടായിരുന്നത്. അതായത് സർവസ്വം രാമനിൽ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാമനെ അനുസരിക്കുക മാത്രമേ ഉള്ളൂ, തന്റെ ഇച്ഛപ്രകാരം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞത് ലക്ഷ്മണനെ വല്ലാതെ സങ്കടപ്പെടുത്തി. മനസ്സിലായില്ലേ? ഒരു വില്ല് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് പോലെയാണ് ചിത്രകൂടം കണ്ടത്. ചിത്രകൂടത്തിന്റെ ഷേപ്പ് ഒരു വില്ല് ഒരാൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് പോലെയാണ്. അപ്പൊ ആ വില്ലിൽ തൊടുക്കുന്ന അസ്ത്രങ്ങൾ ഏതായിരിക്കും? അസ്ത്രങ്ങൾ വെച്ചാൽ അമ്പുകൾ. വില്ലിൽ അമ്പ് വേണമല്ലോ.
തിരിച്ചുതമ്പല്ലേ? അതായത് ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ദീനാനുകമ്പ, ത്യാഗം. ഈ 4 അമ്പുകളാണ് ചിത്രകൂടം എന്ന പർവ്വതമാകുന്ന പിന്നെ വില്ലിൽ തൊടുക്കേണ്ടത്. ഗുഹനെ എവിടെ വെച്ചാണ് ശ്രീരാമൻ തിരിച്ചയക്കുന്നത്? ഭരദ്വാജ മുനിയുടെ അവിടെ. അവിടെ വെച്ചിട്ടല്ല, അവിടുന്ന് പോയ ശേഷം യമുനാ നദിയുടെ തീരം വരെ ശ്രീരാമന്റെ കൂടെ പോകുന്നുണ്ട് ഗുഹൻ. അവിടെ വെച്ചിട്ടാണ് പറയുന്നത് ഇനി തിരികെ പൊയ്ക്കോളൂ എന്ന് പറയുന്നത്. സൈറാം. എല്ലാവരും രാമകഥാ രസവാഹിനി എന്തായാലും നല്ലതുപോലെ വായിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി എന്താണ് ഉത്തരം പറയാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ അനുഭവങ്ങൾ എന്താണ് പങ്കുവെക്കാത്തതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് വെച്ചാല് നമ്മൾക്ക് ഭഗവാൻ തന്ന അനുഗ്രഹത്തെ നമ്മൾ ഒന്നും കൂടെ ഓർമ്മിക്കുകയാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ കൂടെ ഒന്നും കൂടെ ഇരിക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് തന്ന ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിൽ പോലും പങ്കുവെക്കുക എന്നത്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. ജയ സായിരാം. ഇന്ദുലേഖ സമസ്ത ലോക പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. സായിരാം. ജയ സായിരാം. സായിരാം. സായിരാം.